മക്കളെ, അപ്പോൾ സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ കോശങ്ങളും കോശജാലങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു 20 മിനിറ്റിൽ സെറ്റ് ആക്കിയാലോ? ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളത് നമ്മുടെ സെൽ ബയോളജിനെ കുറിച്ചാണ്. എന്താണ് സെൽ ബയോളജി? സെൽസിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ബയോളജി, അതായത് കോശങ്ങളെ കുറിച്ചുള്ള പഠനശാഖയാണ് നമ്മൾ കോശവിജ്ഞാനി എന്ന് പറയുക. അപ്പോൾ ആദ്യം നമുക്ക് 2 ശാസ്ത്രജ്ഞന്മാരെയാണ് പരിചയപ്പെടുത്തി തരുന്നത്. ഒന്ന് റോബർട്ട് ഹുക്ക്, അദ്ദേഹമാണ് ആദ്യമായിട്ട് കോശങ്ങളെ കണ്ടത്. പക്ഷേ ഡെഡ് സെൽസിനായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. കോർക്ക് സെൽസ് ഒബ്സർവ് ചെയ്തപ്പോഴാണ് അദ്ദേഹം എന്ത് കണ്ടത്? ഈ സെൽസിനെ കണ്ടത്. അപ്പോൾ സെൽസിന് അദ്ദേഹം ഇങ്ങനെ ഒരു പേരിടാൻ തന്നെ കാരണം അദ്ദേഹം നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ ചേംബേഴ്സ് ആയിട്ട് കണ്ടു. അപ്പോൾ ചേംബർ എന്ന അർത്ഥം വരുന്ന സെൽ എന്ന് പറയുന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പിന്നീട് ഒരു ലിവിങ് സെല്ലിനെ കണ്ടത് നമ്മുടെ ലെവൻഹോക്ക് ആണ്. ലെവൻഹോക്ക് ഒരു കുളത്തിൽ നിന്ന് കുറച്ചൊരു വെള്ളം എടുത്ത് അതിനകത്ത് ഒബ്സർവ് ചെയ്തപ്പോൾ മൈക്രോ ഓർഗാനിസംസിനെ കണ്ടു. അങ്ങനെ ആദ്യമായിട്ട് ലിവിങ് സെൽസിനെ കാണുന്നത് നമ്മുടെ ലെവൻഹോക്ക് ആണ്. പിന്നെ നമ്മുടെ സെൽ തിയറിനെ കുറിച്ച് അല്ലെങ്കിൽ കോശ സിദ്ധാന്തത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള 3 ശാസ്ത്രജ്ഞന്മാരുടെ പങ്കും പറയുന്നുണ്ട്. അതിൽ സെൽ തിയറി ഉണ്ടാക്കിയ 2 ആൾക്കാരാണ്. ഒന്ന് മാത്തിയാസ് ജേക്കബ് ഷ്ലൈഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ. അപ്പോൾ ഇവർ 2 പേരുമാണ് നമ്മുടെ സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ. അതിൽ നമ്മുടെ ഷ്ലൈഡൻ പറഞ്ഞത് എല്ലാ പ്ലാന്റ്സും ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്. ആൻഡ് ഷ്വാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ ആനിമൽസും ജന്തുക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസിനെ കൊണ്ടാണെന്നാണ്. അങ്ങനെ അവർ എന്ത് ചെയ്യാണ്? സെൽ തിയറി ഉണ്ടാക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ റുഡോൾഫ് വെർഷോയുടെ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ വന്നു. അതായത് പുതിയ സെൽസ് ഉണ്ടാവുന്നത് ഓൾറെഡി ഉള്ള സെൽസിന് ഡിവിഷൻ സംഭവിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ സെൽ തിയറിയിൽ എന്തൊക്കെയുണ്ട്? ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 1 or more cells. സെല്ലാണ് നമ്മുടെ ലൈഫിന്റെ ബേസിക് യൂണിറ്റ് ആൻഡ് ന്യൂ സെൽസ് ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഓക്കെ, അപ്പോൾ ഈ സെൽ തിയറി നിങ്ങളോട് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. അതേപോലെ തന്നെ ഈ സയന്റിസ്റ്റും അവരുടെ കണ്ടുപിടുത്തങ്ങളും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തരും കേട്ടോ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ എന്താണ് ഹ്യൂമൻ ഐഡ് റെസല്യൂഷൻ. ഹ്യൂമൻ ഐഡ് റെസല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.02 മില്ലിമീറ്റർ ആണ്. അതായത് 2 അടുത്തടുത്ത വസ്തുക്കളെ നമുക്ക് 2 സെപ്പറേറ്റ് ആയിട്ട് കാണാൻ അല്ലെങ്കിൽ വേർതിരിച്ച് കാണാൻ പറ്റുന്നത് നമ്മുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ 0.2 മില്ലിമീറ്റർ ഡിസ്റ്റൻസിലുള്ള 2 വസ്തുക്കളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏറ്റവും മാക്സിമം കാണാൻ പറ്റുള്ളൂ. അതിലും കുറവ് ഡിസ്റ്റൻസ് ഉള്ളവരെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റൂല. ഓക്കെ, അപ്പം ഞാനിവിടെ 2 കുത്തിടാണ്. ഈ 2 കുത്തിനെ നിങ്ങൾക്ക് 2 കുത്തായിട്ട് കാണുന്നത് ഇതിനെന്താണ്? 0.2 മില്ലിമീറ്ററിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് ഇവർ തമ്മിലുള്ളത് കൊണ്ടാണ്. ഇതിലും കുറവ് ഡിസ്റ്റൻസ് ഉള്ള വസ്തുക്കളെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പറ്റൂല. സോ ഹ്യൂമൻ ഐ ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് 2 സ്പോട്സ് ഹാവിംഗ് ഡിസ്റ്റൻസ് ഓഫ് 0.2 മില്ലിമീറ്റർ ഇൻ അഡിക്വേറ്റ് ലൈറ്റ്. ദിസ് ഡിസ്റ്റൻസ് ആണ് റെസല്യൂഷൻ ഓഫ് ഹ്യൂമൻ ഐ എന്ന് പറയുന്നത്. ഇതിലും കുറവ് ഡിസ്റ്റൻസിലുള്ള 2 സ്പോട്ട് നമ്മുടെ കണ്ണിന് വേർതിരിച്ച് കാണാൻ വേണ്ടി പറ്റൂല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മൾ എങ്ങനെയാണ് കാണാം? അതിനാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുക. നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പും ഉണ്ട്, നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും ഉണ്ട്. അത് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഒരു ബീം ഓഫ് ഇലക്ട്രോൺസ് ആണ്. ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നമുക്ക് 2 എണ്ണം ഉണ്ട്, സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഒറ്റ ലെൻസേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിന് നമുക്ക് ഓരോ ഒബ്ജക്റ്റിനെ ഒരു 10 മടങ്ങ് കൂടുതൽ വലുപ്പത്തിൽ കാണിക്കാൻ സഹായിക്കും. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ പേര് തന്നെ, സിമ്പിൾ എന്ന് പറഞ്ഞാൽ ആകെ ഒറ്റ ഒന്നല്ലേ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 1-ലധികം ലെൻസസ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റിനെ നമുക്ക് 1000 മടങ്ങ് വലുപ്പത്തിൽ കാണാൻ വേണ്ടി ഇത് സഹായിക്കും. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ തന്നിട്ട് അത് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ആദ്യത്തെ ഈ നമ്മളിതാ ഇങ്ങനെ കണ്ണ് വെച്ച് നോക്കുന്ന ഈ ഭാഗമാണ് ഐ പീസ്. ആൻഡ് ഇതാണ് നമ്മുടെ ബോഡി ട്യൂബ്. ഇതാണ് നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റീവ് ലെൻസിനെയും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഐ പീസിനെയും കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ബോഡി ട്യൂബ്. കറക്റ്റ് ഡിസ്റ്റൻസിലൊക്കെ പിടിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 2 നോബുകൾ കാണാം. ഒന്ന് കോസ് അഡ്ജസ്റ്റ്മെന്റ്, താഴേക്കും മുകളിലേക്കും ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ്, കറക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഇവിടെ നിങ്ങൾക്ക് പല എന്താ പറയുക പവറിലുള്ള ലെൻസുകളുണ്ട്. സാധാരണ 10x, 20x, 40x, 100x വരെയുള്ള ലെൻസുകളുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റേജ്. ഇവിടെയാണ് നമ്മൾ സ്ലൈഡ് വെക്കുക. സ്റ്റേജ് കറക്റ്റ് ആയിട്ട് ഇവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റേജ് ക്ലിപ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു ഹോള് കാണാം. അതായത് ലൈറ്റ് ഇതിലൂടെയാണ് നമ്മുടെ സ്പെസിമെന്റെ മുകളിൽ വീഴുക. അതിനാണ് സ്റ്റേജ് അപ്പർച്ചർ എന്ന് പറയാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു കണ്ടൻസർ ഉണ്ട്. കണ്ടൻസറിന്റെ ബേസിലായിട്ട് ഇങ്ങനെ തിരിക്കുന്ന ഒരു സാധനമുണ്ട്, അതാണ് ഡയഫ്രം. ഓക്കെ, പിന്നെ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി മിറർ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ബേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസും എല്ലാം കറക്റ്റായിട്ട് നോക്കി വെക്കണം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ് കൊടുത്തിട്ടുള്ളതാണ്. അതായത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കുട്ടിയൊക്കെ എന്ത് ചെയ്യാം? ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. യെസ്,
സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കാം. റെഡി. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതായത് മിസ് പറഞ്ഞു ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ ലൈറ്റ് ആണ് ഉപയോഗിക്കുക. ഓക്കെ. ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ബീം ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ് നമുക്ക് ലൈറ്റ് ആവശ്യമുണ്ട്, ഇവിടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ലൈറ്റ് ആവശ്യമില്ല. ഇവിടെ മാഗ്നിഫിക്കേഷൻ പവർ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൊക്കെ ഒരു 1000 ടൈംസ് ആണെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ മില്യൺ ടൈംസ് നമുക്ക് വലുതാക്കി കാണിക്കാൻ പറ്റും. ആൻഡ് ഇവിടെ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ലൈറ്റ് മൈക്രോസ്കോപ്പിലൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെയാണെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒബ്ജക്റ്റീവ് ലെൻസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ആണ് ഉപയോഗിക്കുക. അതായത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വെച്ച് നമുക്ക് മാക്സിമം ബാക്ടീരിയനെയും നമ്മുടെ മൈറ്റോകോൺട്രിയ RBC ഇവിടം വരെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ വൈറസ്, നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള പ്രോട്ടീൻ, നമ്മുടെ DNA ഇതൊക്കെ കാണാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതായത് നമ്മൾ പറയില്ലേ മില്യൺ ടൈംസ് വലുതാക്കി കാണിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ടാണ് പറ്റുക. പിന്നെ എങ്ങനെയാണ് നമ്മൾ കോശങ്ങൾ ഒബ്സർവ് ചെയ്യുക? സെൽസിനെ കാണണമെങ്കിൽ ആദ്യം നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ആദ്യം നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് വേണം. ഇതിനെയാണ് പെട്രി ഡിഷ് എന്ന് പറയാം. പിന്നെ ഒരു വാച്ച് ഗ്ലാസ്, ഇങ്ങനെ കുഴിയുള്ള ഒരു വാച്ച് ഗ്ലാസ് വേണം. ദെൻ നമുക്ക് സ്ലൈഡ് വേണം, പിന്നെ ഒരു കവർ സ്ലിപ്പ് വേണം, പിന്നെ ഒരു നീഡിലും ബ്രഷും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലത്. ആദ്യം നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എന്തിൻ്റെ സെക്ഷനാണോ കാണേണ്ടത് നമ്മൾ അതിങ്ങനെ കുറേ കുഞ്ഞു സെക്ഷൻസ് ആക്കി മുറിച്ചെടുക്കും. അങ്ങനെ കുറേ തവണ നല്ല ഷാർപ്പ് ബ്ലേഡ് വെച്ച് മുറിച്ചതിന് ശേഷം അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് മുറിച്ചതിന് ശേഷം നമ്മൾ ഒരു പെട്രി ഡിഷിലോ വാച്ച് ഗ്ലാസ്സിലോ വെള്ളത്തിലിട്ട് വെക്കും. അതിനുശേഷം നമ്മൾ അതിനെ ഒരു സ്റ്റെയിനിലേക്ക്, ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണം സ്റ്റെയിനിലേക്ക് മാറ്റാൻ. സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ കളറാണ്. ഓക്കെ, ഉജാലയൊക്കെ സ്റ്റെയിനാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മളൊരു സ്ലൈഡിലേക്ക് സ്റ്റെയിനിലേക്ക് മാറ്റിയതിന് ശേഷം അതിനെ വീണ്ടും നമ്മൾ വെള്ളത്തിലേക്ക് എടുത്തിട്ട് അതിനെ അധികമുള്ള സ്റ്റെയിനൊക്കെ കഴുകി കളഞ്ഞ് പിന്നെ ഒരു സ്ലൈഡ് എടുക്കും. ആ സ്ലൈഡിനകത്ത് നമ്മൾ ഇച്ചിരി ഒരു ഗ്ലിസറിൻ ആക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ പതിയെ നമ്മൾ സ്റ്റെയിൻ ചെയ്ത ആ സെക്ഷൻ നമ്മൾ സ്ലൈഡിലേക്ക് വെക്കും. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കവർ സ്ലിപ്പും കൂടി പ്ലേസ് ചെയ്ത് അധികമുള്ള നമ്മളുടെ ആ ഒരു ഗ്ലിസറിൻ നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ച് മാറ്റി കഴിഞ്ഞാൽ കഴിഞ്ഞു. നമുക്ക് എന്നിട്ട് അത് നേരെ മൈക്രോസ്കോപ്പിൽ വെച്ച് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം സെക്ഷൻ എടുക്കുന്നു. ആ തിൻ സെക്ഷൻസ് നമ്മളൊരു പെട്രി ഡിഷിലുള്ള വെള്ളത്തിലേക്ക് മാറ്റുന്നു. അതിനുശേഷം അതിനെ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നു. സ്റ്റെയിൻ ചെയ്തതിന് ശേഷം നമ്മളൊരു സ്ലൈഡിൽ ഇച്ചിരി ഗ്ലിസറിൻ ഇട്ട് നമ്മുടെ സ്പെസിമെൻ അതിനകത്ത് വെക്കുന്നു. സ്പെസിമെൻ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് മുറിച്ചെടുത്ത പീസ്. അതിനുശേഷം അതിന് മുകളിൽ കവർ സ്ലിപ്പ് വെക്കുന്നു, അധികമുള്ളത് മാറ്റുന്നു. ഓക്കെ, ഇനി നമ്മുടെ പ്ലാന്റ് സെൽസിനെ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ പ്ലാന്റ് സെൽസിനെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ സെൽ ഓർഗനൽസ് കാണാം. ഇതാണ് നമ്മുടെ വാക്യൂൾ. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സെൽ വാൾ, കോശഭിത്തി. ഇതാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ. പിന്നെ ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന് ചുറ്റും കാണുന്ന ഇതാണ് നമ്മളുടെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മൈറ്റോകോൺട്രിയ, ഇത് നമ്മുടെ സൈറ്റോപ്ലാസം. ഓക്കെ, ഇത് കറക്റ്റായിട്ട് ലേബൽ ചെയ്യണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് അതായത് മിസ് വേണമെങ്കിൽ ഇവിടെ ലേബൽ ചെയ്യാം. ഇത് വാക്യൂൾ ആൻഡ് ഇത് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ, ഇത് നമ്മുടെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം, ഇത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആൻഡ് ദിസ് ഇസ് സൈറ്റോപ്ലാസം. ദിസ് ഇസ് മൈറ്റോകോൺട്രിയ. ഇച്ചിരി വൃത്തി കുറവുണ്ട് കേട്ടോ സ്പീഡിൽ എഴുതുന്നതുകൊണ്ട്. പിന്നെ ഇത് നമ്മുടെ സെൽ വാൾ. ഓക്കെ, ഇത് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം. ഇത് ഗോൾഗി ബോഡി. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാന്റ്സിലുള്ള സെൽ ഓർഗനൽ. ഓരോരുത്തരുടെയും ഫംഗ്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ സെൽ വാൾ അല്ലെങ്കിൽ കോശഭിത്തി. നമ്മുടെ കോശത്തിന് നല്ല ദൃഢതയും അതുപോലെ തന്നെ നല്ല റിജിഡിറ്റിയും പ്രൊട്ടക്ഷനും ഒക്കെ കൊടുക്കുന്നതാണ് സെൽ വാൾ. അതുപോലെ തന്നെ നമ്മുടെ സെല്ലിന് എന്ത് കൊടുക്കുന്ന ഷേപ്പും കൊടുക്കുന്നുണ്ട്. അപ്പം റിജിഡ് ലെയർ ആണ്, അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും ഷേപ്പും കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ഇനി പ്ലാന്റ് സെൽസിന്റെ സെൽ മെംബ്രെയിൻ നോക്കുകയാണെങ്കിൽ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ ലെയർ ആണ്. സെല്ലിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും കടക്കാനും പുറത്തേക്ക് പോകാനൊക്കെ ഈ ഒരു ലെയർ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ എല്ലാവരെയും കടത്തി വിടുകയോ എല്ലാവരെയും പുറത്തേക്ക് വിടുകയോ ഒന്നും ചെയ്യില്ല. കാരണം ഈ ലെയർ സെമി പെർമിബിൾ ആണ്, അർദ്ധകാര്യസ്ഥലമാണ്. ആൻഡ് ഈ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ നമുക്കൊരു പ്രോട്ടീൻ മോളിക്യൂൾസ്, ഇതൊക്കെ പ്രോട്ടീൻ ആണ്. ഓക്കെ, അതുകൂടാതെ 2 ലെയർ ഓഫ് ലിപ്പിഡ്സ് കാണാം, ലിപ്പിഡ് ബൈലെയർ കാണാം. ഓക്കെ, അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഇവിടെ ഉണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് മനസ്സിലാക്കാം മക്കളെ, ഒരു ലിപ്പിഡ് ലെയർ, രണ്ടാമത്തെ ലിപ്പിഡ് ലെയർ, അതിൻ്റെ ഇടയിലായിട്ട് ഇതൊക്കെ പ്രോട്ടീൻസ് ആണ് കേട്ടോ, പ്രോട്ടീൻസ് ഉണ്ട്. സോ ലിപ്പിഡും പ്രോട്ടീനും കൂടി ചേരുന്നതാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ. പിന്നെ നമ്മുടെ പ്രോട്ടോപ്ലാസം എന്താണ്? അതായത് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം. ഓക്കെ, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒക്കെ സെയിം ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം, ആ ഫ്ലൂയിഡ് പ്ലസ് നമ്മുടെ സെൽ ഓർഗനൽസ് ഉണ്ട്, പിന്നെ നമ്മുടെ ന്യൂക്ലിയസും. ഓക്കെ, സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും കൂടെ ചേരുന്നതാണ് നമ്മുടെ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം. അപ്പൊ എന്താണ് സൈറ്റോപ്ലാസം? അതായത് ഈ ഒരു സാധനത്തിൽ നിന്ന് ന്യൂക്ലിയസിനെ നമ്മൾ ഒഴിവാക്കിയാൽ
എന്താണുള്ളത്? ന്യൂക്ലിയസിന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡും പിന്നെ സെൽ ഓർഗനൽസും മാത്രമല്ലേ ഉള്ളത്, അതാണ് സൈറ്റോപ്ലാസം. ഓക്കെ, സോ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ദാറ്റ് ഫിൽസ് ദ സെൽ, ഇറ്റ് മെയിൻറ്റെയിൻ ഓൾ ദ ഓർഗനൽസ് ഇൻ ഇറ്റ്സ് പ്ലേസ്, സെർവ്സ് ആസ് എ മീഡിയം ഫോർ കെമിക്കൽ റിയാക്ഷൻ. നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് സ്പേസ് ആണ്, സെൽ ഓർഗനൽസ് ഒക്കെ ഉണ്ട്, കുറേ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് സൈറ്റോപ്ലാസം. ഇതും ന്യൂക്ലിയസും കൂടെ ചേർന്നാൽ അത് പ്രോട്ടോപ്ലാസം. ഓക്കെ, ദ പ്രോട്ടോപ്ലാസം കൺസിസ്റ്റ് ഓഫ് ഓൾ ദ കോമ്പണന്റ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ഇൻക്ലൂഡിംഗ് ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ഓക്കെ, പിന്നെ നമ്മുടെ സെൽ ഓർഗനലിൽ ആദ്യം നമുക്ക് ന്യൂക്ലിയസിനെ പറയാനുണ്ട്. ന്യൂക്ലിയസ് ആണ് സെൻറ്റർ ഓഫ് സെൽ, എല്ലാ ഫംഗ്ഷൻസും കൺട്രോൾ ചെയ്യും കോർഡിനേറ്റ് ചെയ്യും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ നെറ്റ്വർക്ക് ത്രെഡ് പോലെ കാണുന്നതാണ് ക്രൊമാറ്റിൻ റെട്ടിക്കുലം. പിന്നെ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നല്ല കടുത്ത നിറത്തിലുള്ള എന്ത് കാണാം, നമുക്ക് ഇങ്ങനെ ക്രൊമാറ്റിൻ റെട്ടിക്കുലം ഒരു ഭാഗത്ത് കട്ട പിടിച്ചിരിക്കുന്ന കാണാം, അതാണ് ന്യൂക്ലിയോലെസ്. സെല്ലിൻ്റെ ഉള്ളിൽ സൈറ്റോപ്ലാസം ഉള്ളതുപോലെ ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള സ്ഥലമാണ് ന്യൂക്ലിയോപ്ലാസം. ഓക്കെ, പിന്നെ നമ്മുടെ ഗോൾഗി വസ്തുക്കൾ അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഒരു ഇങ്ങനെ അടുക്കി വെച്ച മെംബ്രെയിൻസ് പോലെയാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ദീസ് ഓർഗനൽസ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്, അല്ലേ, പ്രോട്ടീൻസിനെയും അതേപോലെ തന്നെ ലിപ്പിഡ്സിനെയും ട്രാൻസ്പോർട്ട് ചെയ്യും, ഒന്നെങ്കിൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ സെല്ലിൻ്റെ പുറത്തേക്ക്. കോശത്തിൻ്റെ ഉള്ളിലേക്കോ കോശത്തിൻ്റെ പുറത്തേക്കോ ഉള്ള പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയൊക്കെ പാക്ക് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ദെൻ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ നമ്മുടെ അന്തർദ്രവ്യ ജാലിക, ഇത് ന്യൂക്ലിയസിന്റെ ഏറ്റവും പുറമേയുള്ള മെംബ്രെയിനോട് ചേർന്നാണ് കാണാം. അപ്പിയർ ആസ് എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് വിത്തിൻ ദ സെൽ. ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാത്വേ ആണ്, ഒരു വഴിയായിട്ട് സെർവ് ചെയ്യും. ഓക്കെ, പാത്വേ ഫോർ കണ്ടക്ടിങ് മെറ്റീരിയൽസ് ആൻഡ് ഹെൽപ്സ് ഇൻ ദ സിന്തസിസ് ആൻഡ് റിമൂവൽ ഓഫ് മെറ്റീരിയൽസ്. അതായത് എന്തെങ്കിലും ഉണ്ടാക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും റിമൂവ് ചെയ്യാനൊക്കെ ഇവർ സഹായിക്കുന്നുണ്ട്, ഒരു വഴിയായിട്ടാണ് ഇവർ സർവൈവ് ചെയ്യുന്നത് കേട്ടോ. സർവൈവ് ചെയ്യണല്ല, സെർവ് ചെയ്യുന്നത്. കോശത്തിനുള്ളിൽ കുഴലുകൾ പോലെ കാണപ്പെടുന്നതാണ്. പദാർത്ഥ സംവഹന പാത ാണ് അവരുടെ ഫംഗ്ഷൻസ് നോട്ട് ചെയ്യണേ മക്കളെ. അതേപോലെ തന്നെ കോശത്തിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും എന്തെങ്കിലും നീക്കം ചെയ്യുന്നതിനും ഒക്കെ ഇവർ സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയ ആലോചിക്കുമ്പോൾ തന്നെ പവർ ഹൗസ്, ഊർജ്ജ കേന്ദ്രം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എനർജി പ്രൊഡക്ഷൻ ആണ് ഇവരുടെ മെയിൻ ഫംഗ്ഷൻ. ആൻഡ് ഇറ്റ് സ്റ്റോർ എനർജി ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന് ഓക്സിഡൈസ് ചെയ്ത് കിട്ടുന്ന എനർജി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്, എടുത്തു വെക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഊർജ്ജോൽപാദന കേന്ദ്രം എന്ന് പറയുന്നത്. 1 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതണം. അതായത് പദാർത്ഥ സംവഹന പാത അല്ലെങ്കിൽ കണ്ടക്ഷൻ പാത്വേ ഏതാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. പാക്കേജിങ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഏതാണ്? നമ്മുടെ ഗോൾഗി കോംപ്ലക്സ്. സെൻറ്റർ ഏതാണ്? ന്യൂക്ലിയസ്. ഇനി വാക്യൂൾ എന്താ ചെയ്യുക? അത് പ്ലാന്റ് സെൽസിൽ മാത്രമാണ് കാണുക. അതെന്ത് ഫാനം എന്നാണ് മലയാളത്തിൽ പറയാം. വെള്ളം, ന്യൂട്രിയൻസ്, വേസ്റ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യാം. പിന്നെ നമ്മുടെ റൈബോസോം, നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിക്കുന്നുണ്ട്, പ്രോട്ടീൻ സിന്തസിസിന്റെ സെന്ററാണ്, സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഇത് ഒന്നുകിൽ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയോട് ചേർന്ന് കാണാം, അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്റ്റിൽ ഫ്രീ ആയിട്ട് കാണാം. ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്. പിന്നെ നമ്മുടെ പ്ലാസ്റ്റിഡ്സ് അല്ലെങ്കിൽ ജൈവകണങ്ങൾ, ഇതും പ്ലാന്റ് സെൽസിൽ മാത്രമേ കാണുള്ളൂ. ഒന്നുകിൽ അവർ ഫുഡ് ഉണ്ടാക്കും അല്ലെങ്കിൽ ഫുഡ് സ്റ്റോർ ചെയ്യും. അങ്ങനെ നമുക്ക് 3 തരത്തിലുള്ള പ്ലാസ്റ്റിഡുകൾ ഉണ്ട്. ഒന്ന് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതഗണം, ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വർണ്ണഗണം, ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതഗണം. ക്ലോറോപ്ലാസ്റ്റ് നിങ്ങൾക്ക് അറിയാം, പ്ലാന്റ്സിലെ ലീവ്സിലും അതുപോലെ ഗ്രീൻ സ്റ്റെമ്മിലും ഒക്കെ കാണാം. അവരെന്താണ്? ഫോട്ടോസിന്തസിസ് നടത്താൻ സഹായിക്കുന്നവരാണ്. ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്ത് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്തി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാലോ കളർ കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ പൂക്കൾക്ക്, ഫ്രൂട്ട്സിനൊക്കെ കളർ കൊടുക്കുന്നത് ഇവരാണ്. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല റെഡ് കളറുള്ള പൂക്കളുണ്ട്, പഴങ്ങളുണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് കളറിലുള്ള ക്യാരറ്റ്, അതുപോലെ മഞ്ഞ കളറുള്ള പൂക്കൾ. ഇതിന് കാരണമായിട്ടുള്ള കുറേ പിഗ്മെന്റ്സ് ഇതിനകത്തുണ്ട്. പേര് ഇതിനകത്ത് പറയുന്നില്ല. കെരോട്ടീൻ, സാന്തോഫിൽ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഈ കളർഫുൾ ആയാൽ മാത്രമേ നമ്മുടെ ഇൻസെക്ട്സ് ഒക്കെ ഇങ്ങോട്ടേക്ക് വന്ന് പോളിനേഷൻ നടക്കുള്ളൂ. അതുപോലെ സീഡ് ഡിസ്പേഴ്സൽ, പരാഗണത്തിനും അതേപോലെ തന്നെ വിത്ത് വിതരണത്തിനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ദെൻ ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കളർ ഇല്ല, പക്ഷെ ഇവരുടെ ഫംഗ്ഷൻ സ്റ്റോറേജ് ആണ്. അതായത് പ്രോട്ടീനും സ്റ്റാർച്ചും ഓയിലും എല്ലാം സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നതാണ് ല്യൂക്കോപ്ലാസ്റ്റ്. അപ്പം ഓരോരുത്തരുടെയും ഫംഗ്ഷൻസ് നോട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ടിഷ്യൂസ്, പ്ലാന്റ്സിലെ ടിഷ്യൂസ് നോക്കുകയാണെങ്കിൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താ മക്കളെ? ഇത്രേ ഉള്ളൂ, ഗ്രൂപ്പ് ഓഫ് സെൽസ്. അവരൊരു കോമൺ ഫംഗ്ഷൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ടിഷ്യൂസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും പെർമനന്റ് ടിഷ്യൂസും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ടിഷ്യൂസ് ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അല്ലെങ്കിൽ മെരിസ്റ്റമിക് കലകൾ. പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വിഭജനം അല്ലെങ്കിൽ ഡിവിഷൻ ഉള്ള കഴിവ് നഷ്ടപ്പെട്ട ആൾക്കാരാണ് പെർമനന്റ് ടിഷ്യൂസ്. അതിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് നമുക്ക് 3 എണ്ണാണുള്ളത്. ഏപ്പിക്കൽ മെരിസ്റ്റം അല്ലെങ്കിൽ അഗ്രമെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം അല്ലെങ്കിൽ പാർഷ്യ മെരിസ്റ്റം, ഇന്റർ കാലറി മെരിസ്റ്റം അല്ലെങ്കിൽ
നമ്മുടെ പർവാന്തര മെരിസ്റ്റം. പെർമനന്റ് ടിഷ്യൂസ് നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസും കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസും. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിലാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലെറൻകൈമ. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസ് സൈലും ഫ്ലോയും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലെറൻകൈമനെ നോക്കാം. അതിൽ സ്ക്ലെറൻകൈമ മാത്രം ഡെഡ് ആണ്. പാരൻകൈമയും കോളൻകൈമയും ലിവിങ് ആണ്. അതിൽ പാരൻകൈമയുടെ തിൻ സെൽ വോൾ ആണ്, അതിനിടയിൽ ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ട്. ഇവരുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാ? ഫോട്ടോസിന്തസിസ് ചെയ്യും, ഫുഡ് സ്റ്റോറേജ് ചെയ്യും. ഓക്കെ, ചില പാരൻകൈമ സെൽസിന് ഡിവിഷൻ, വിഭജനത്തിനുള്ള കഴിവുണ്ട്. പക്ഷേ കോളൻകൈമ അങ്ങനെയല്ല. കോളൻകൈമയുടെ ചില ഭാഗങ്ങളിൽ തിക്കനിങ് ഉണ്ട്. ഓക്കെ, ഇവിടെ എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? ചില ഭാഗങ്ങളിൽ സെല്ലുലോസും പെക്റ്റിനും അടിഞ്ഞുകൂടി തിക്കായിട്ടുണ്ട്. കോർണേഴ്സിൽ മാത്രം തിക്കാണ്. ഓക്കെ, ആൻഡ് ഇവരെന്താണ്? ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് സഹായിക്കുന്നത്. ആൻഡ് സ്ക്ലെറൻകൈമ എന്ന് പറഞ്ഞാൽ ചില ഭാഗത്ത് മാത്രം തിക്കല്ല, യൂണിഫോം തിക്നെസ്. അതായത് ഇപ്പം മിസ് ഒരു സ്ക്ലെറൻകൈമേനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ എല്ലാ ഭാഗവും ഒരുപോലെ കട്ടിയുള്ളത്. പക്ഷെ കോളൻകൈമേനെ വരയ്ക്കുകയാണെങ്കിൽ തിൻ സെൽവോളാണ്, പക്ഷെ അതിൻ്റെ കോർണേഴ്സിൽ ഇങ്ങനെ തിക്കനിങ് ഉണ്ടാവും. പാരൻകൈമേനെ വരയ്ക്കുകയാണെങ്കിൽ എല്ലാം തിന്നാണ്. മനസ്സിലായോ? ഓക്കെ, സോ അതാണ് ഇവരുടെ ഡിഫറൻസ്. സ്ക്ലെറൻകൈമയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് കൊടുക്കുക, പ്ലാന്റ്സിന് സ്ട്രെങ്ത്തും സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ് സ്ക്ലെറൻകൈമയുടെ ഫംഗ്ഷൻ. ഓരോരുത്തരുടെയും ഫംഗ്ഷനും പ്രത്യേകതയും നോക്കുക. പാരൻകൈമ തിന്നാണ്, കോളൻകൈമ ആണെങ്കിൽ കോർണേഴ്സിൽ തിക്കാണ്, സ്ക്ലെറൻകൈമ എല്ലാ ഭാഗത്തും തിക്കാണ്. പാരൻകൈമയുടെ ഫംഗ്ഷൻ എന്താണ്? ഫോട്ടോസിന്തസിസും അതുപോലെ സ്റ്റോറേജിനൊക്കെ സഹായിക്കുന്നുണ്ട്. കോളൻകൈമ സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട് പ്ലാന്റ്സിന്. അതേപോലെ തന്നെ എന്താണ്? കോളൻകൈമ മെയിൻറ്റെയിൻ ഷേപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ സ്ക്ലെറൻകൈമ ആണെങ്കിൽ സ്ട്രെങ്ത്തും സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കോംപ്ലക്സ് ടിഷ്യൂസിലേക്ക് വരുമ്പോഴാണ് നമുക്ക് സൈലോം ഫ്ലോയോ ഉള്ളത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പാരൻകൈമേനെയും കോളൻകൈമേനെയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, എല്ലാവരും ഒരേപോലെയുള്ള സെൽസ് കൊണ്ടാണ് ഈ ടിഷ്യൂ ഉണ്ടാക്കിയത്. ഇതെല്ലാം ഒരുപോലെയാണ് അല്ലേ? പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ടൈപ്പ്, ഇത് വേറെ ടൈപ്പ്, അങ്ങനെ ഡിഫറെൻറ്റ് ടിഷ്യൂസ് കൊണ്ടാണ് കോംപ്ലക്സ് ടിഷ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പേര് തന്നെ കണ്ടോ, കോംപ്ലക്സ്. അതായത് നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടാവുള്ളൂ. കോംപ്ലക്സ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുപോലെ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ടിഷ്യൂസ് ചേർത്ത് വെച്ചിട്ടാണ് ഈ ഒരു സൈലോം ഫ്ലോയോ ഉണ്ടാക്കിയിരിക്കുന്നത്. സൈലത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ റൂട്ടിൽ നിന്നുള്ള വാട്ടറും മിനറൽസും ലീഫിലേക്ക് എത്തിക്കുക, ഇലകളിലേക്ക് എത്തിക്കുക. ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞാൽ ഇലകളിൽ നിർമ്മിക്കുന്ന ഫുഡ് ചെടികളുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാം. പിന്നെ നമ്മുടെ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ ഡിവിഷന് കപ്പാസിറ്റി ഉള്ള, വിഭജനത്തിന് കഴിവുള്ള സെൽസ് ആണ്. അത് തന്നെ നമ്മൾ പറഞ്ഞു. നമുക്ക് എന്താണ് ഇവരുടെ പ്രത്യേകത കണ്ടോ? എബണ്ടന്റ് സൈറ്റോപ്ലാസം, നിറയെ കോശദ്രവ്യം ഉണ്ട്, വലിയ ന്യൂക്ലിയസ് ആയിരിക്കും, തിൻ സെൽ വോൾ ആയിരിക്കും. ഈ പ്രത്യേകതകൾ എക്സാമിന് ചോദിക്കും, വിത്ത് ഡയഗ്രാം ചോദിക്കും കേട്ടോ. ഇനി 3 ടൈപ്പ്: ഏപ്പിക്കൽ മെരിസ്റ്റം അല്ലെ അഗ്രമെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം അല്ലെ പാർഷ്യ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം അല്ലെ പർവാന്തര മെരിസ്റ്റം. അപ്പൊ പേര് തന്നെ നോക്കിയാൽ മതി, ഏപ്പിക്കൽ മെരിസ്റ്റം അല്ലെ അഗ്രമെരിസ്റ്റം. അപ്പം അഗ്രഭാഗത്താണ് കാണുക, സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും അഗ്രഭാഗത്ത്. ഇവര് നീളം വെക്കാനാണ് സഹായിക്കുക. ഇനി ലാറ്ററൽ മെരിസ്റ്റം അല്ലെ പാർഷ്യ മെരിസ്റ്റം, പേര് പോലെ തന്നെ ലാറ്ററൽ അല്ലെങ്കിൽ പാർശ്യം, വശങ്ങളിലാണ് ഇത് കാണാം. ഇതാണ് ചെടികളെ തടി വെക്കാൻ സഹായിക്കാം. ഇത് എല്ലാവർക്കും ഇല്ല, ഡൈക്കോട്ട് പ്ലാന്റ്സ് അല്ലെങ്കിൽ ദ്വിബീജ പത്രസസ്യങ്ങൾക്ക്, നമ്മുടെ തേക്ക്, മാവ്, ചക്ക, അവർക്കൊക്കെ ഉള്ളൂ. ഇനി ഇന്റർകാലറി മെരിസ്റ്റം, ഇതാണെങ്കിൽ നിങ്ങൾ മുളയിലും തെങ്ങിലും ഒക്കെ ഇങ്ങനെ നോഡുകൾ കണ്ടിട്ടുണ്ടാവില്ലേ, പർവ്വം, നോഡ് അല്ലെങ്കിൽ പർവ്വം. ഇതിന്റെ ഇടയിൽ കാണുന്ന മെരിസ്റ്റമാണ് ഇന്റർകാലറി മെരിസ്റ്റം അല്ലെങ്കിൽ പർവാന്തര മെരിസ്റ്റം. ഇതും എല്ലാവർക്കും ഇല്ല. ഇത് മോണോകോട്ട് പ്ലാന്റ്സിന് അല്ലെങ്കിൽ ഏകബീജ പത്രസസ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ തെങ്ങ്, കവുങ്ങ്, മുള, അവർക്കൊക്കെ. അതുകൊണ്ടാണ് അവർ ഭയങ്കരമായിട്ട് നീളം വെക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അനിമൽ സെൽസിലേക്ക് വരുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സെൽ ഓർഗനൽ സെല്ലും ഉണ്ട്, പക്ഷേ പ്ലാസ്റ്റിഡുകൾ, ജൈവകണങ്ങളും ഇല്ല, അതുപോലെ തന്നെ സെൽ വാൾ ഇല്ല, പിന്നെ നമ്മുടെ ഫേനം, വാക്യൂൾ ഇല്ല. ഇത് 3 ആനിമൽ സെല്ലിന് ഉണ്ടാവില്ല. പകരം ആരൊക്കെയുണ്ട്? ഒരു സെൻട്രിയോൾ ഉണ്ട്, വിഭജനത്തിന് സഹായിക്കുന്ന സെൻട്രിയോൾ ഉണ്ട്, ലൈസോസോം ഉണ്ട്, ഡെസ്ട്രോയ് ഫോറിൻ പാർട്ടിക്കിൾസ്, അന്യ വസ്തുക്കളെ നശിപ്പിക്കാനുള്ള ലൈസോസോമും ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എല്ലാം പരിചയമുണ്ട്, സെൽ മെംബ്രെയിൻ, കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ, പിന്നെ ന്യൂക്ലിയസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്, ഗോൾഗി ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ പ്ലാന്റ്സിനുള്ളത് തന്നെയാണ്, സെയിം ഫംഗ്ഷനുമാണ്. പ്ലാന്റ്സിന് ഇല്ലാത്തതാണ് സെൻട്രിയോൾ, വിഭജനത്തിന് സഹായിക്കും, ലൈസോസോം, ഡെസ്ട്രോയ് ഫോറിൻ പാർട്ടിക്കിൾസ്. അതുപോലെ തന്നെ ഈ സാധനങ്ങൾ സെൽവോള്, പ്ലാസ്റ്റിഡ്, ഈ സാധനങ്ങൾ ആർക്ക് മാത്രമേ ഉള്ളൂ? പ്ലാന്റ്സിന് മാത്രം. അതുപോലെ വാക്യൂളും. ഓക്കെ, പിന്നെ നമ്മുടെ ടിഷ്യൂസ് നോക്കുകയാണെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ ആവരണകല ഏറ്റവും പുറമെയാണ് കാണുന്നത്. പൊതിഞ്ഞ് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഫംഗ്ഷൻ. കവർ ആൻഡ് പ്രൊട്ടക്ട് ദ സർഫേസ് ഓഫ് ദ ബോഡി ആൻഡ് ഇന്റേണൽ ഓർഗൻ. ആന്തരാവയവങ്ങളും ശരീരോപരിതലും
പൊതിഞ്ഞ് സംരക്ഷിക്കാം. ആൻഡ് ഹെൽപ്സ് ദ അബ്സോർപ്ഷൻ ഓഫ് സബ്സ്റ്റൻസ്. നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും ക്രീമൊക്കെ തേച്ചാൽ അത് അബ്സോർബ് ആവും, ആഗിരണം ചെയ്യല്ലേ, അതിനെ സഹായിക്കുന്നുണ്ട്. ആൻഡ് സെക്രീഷൻസ് ലൈക്ക് മ്യൂക്കസ്. ഇപ്പം നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ ഒരു ലൈനിങ് ഉണ്ട്, അത് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്, അത് മ്യൂക്കസ് ശ്ലേഷ്മം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പല ഭാഗങ്ങളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. പേര് തന്നെ നോക്കിക്കേ, സംയോജിപ്പിക്കാം. സംയോജക കല അല്ലെ കണക്റ്റീവ് ടിഷ്യൂ, കണക്ട് ചെയ്യാം. പ്രൊവൈഡ് സപ്പോർട്ട് വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി, വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡിനെ കണക്ട് ചെയ്യുന്നുണ്ട്. ബ്ലഡ്, ബോണ്, ഫൈബ്രസ് ടിഷ്യൂ ഒക്കെ കണക്റ്റീവ് ടിഷ്യൂ ആണ്. പിന്നെ മസിൽ ടിഷ്യൂ അല്ലെങ്കിൽ പേശികല. ആലോചിക്കും, മസിൽസ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ മൂവ്മെന്റ്സ് പോസിബിൾ അല്ല. സോ ഹെൽപ്പ് ഇൻ ദ ബോഡി മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ. ചലനത്തിനെയും ശരീരത്തിന്റെ ചലനത്തിനെയും അതേപോലെ തന്നെ ലോക്കോമോഷൻ, ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് എത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. ദിസ് ഇസ് കമ്പോസ്ഡ് ഓഫ് സെൽസ് കാപ്പബിൾ ഓഫ് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക, അതിന് പറ്റുന്ന ടിഷ്യൂസ് ആണ്. ദെൻ നെർവസ് ടിഷ്യൂ എന്ന് അല്ലെങ്കിൽ നാഡീകല എന്ന് പറഞ്ഞാൽ സന്ദേശവിനിമയം. ഇപ്പം ഇവിടെ ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ അത് ബ്രെയിനിൽ അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇമ്പൾസ് ട്രാൻസ്മിഷൻ പോസിബിൾ ആവുന്നുണ്ട്. അതുപോലെ തന്നെ കൺട്രോളും കോർഡിനേഷനും നമുക്ക് സഹായിക്കുന്നത് ഈ ആൾക്കാരാണ്. ദെൻ ലാസ്റ്റ് വൺ നമ്മുടെ സ്റ്റെം സെൽസ്. ഈ സ്റ്റെം സെൽസ് എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് നെർവ് സെല്ല്, ബ്ലഡ് സെല്ല്, മസിൽ സെല്ല്, എപ്പിത്തീലിയൽ സെല്ല് എല്ലാം ഉണ്ടാവുന്നത്. സോ ഇവർക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്, എന്തുമായിട്ട് മാറാൻ പറ്റും. നോക്കിക്കേ, ദേ ആർ കാപ്പബിൾ ഓഫ് ദേ ആർ കോൾഡ് ബോഡീസ് മാസ്റ്റർ സെൽ ബിക്കോസ് ദേ ഹാവ് ദ എബിലിറ്റി ടു ക്രിയേറ്റ് ന്യൂ സെൽസ് അല്ലേ. അപ്പം ഇവരെയാണ് നമ്മുടെ ബോഡിയുടെ മാസ്റ്റർ സെൽസ് എന്ന് പറയാം. കാരണം അല്ലെ വിത്തുകോശങ്ങൾ എന്ന് പറയും. കാരണം പുതിയ ഇനം കലകളെ അല്ലെ പുതിയ ഇനം കോശങ്ങളെ സൃഷ്ടിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. സ്റ്റെം സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് ക്യാൻ ഡെവലപ്പ് ഇൻടു വേരിയസ് ടൈപ്പ്. അതായത് മസിൽ സെല്ലായിട്ട് മാറാനും നെർവ് സെല്ലായിട്ട് മാറാനും ബ്ലഡ് സെല്ലായിട്ടൊക്കെ മാറാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇവരെ മാസ്റ്റർ സെൽ എന്ന് പറയുന്നത്. സ്റ്റെം സെൽസ് ഹെൽപ്പ് ടു എലിമിനേറ്റ് ഡാമേജ് സെൽ. അപ്പോൾ ഒരു സ്ഥലത്തൊരു ഡാമേജ് ഉണ്ടായാൽ ഇത് മാറ്റിയിട്ട് അവിടെ പുതിയത് വരണം. പുതിയത് ഉണ്ടാക്കാൻ ആർക്ക് പറ്റും? സ്റ്റെം സെല്ലിന് പറ്റും. പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് ന്യൂ സെൽസിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. ആൻഡ് മെയിൻറ്റെയിൻ ഹെൽത്തി ടിഷ്യൂസ്. ഇൻ മോഡേൺ മെഡിസിനിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗവും കൂടിയാണ് നമ്മുടെ ഈ ഒരു സ്റ്റെം സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ സ്റ്റെം സെൽ എന്ന് പറയുമ്പോൾ ആലോചിക്കുക, എന്തുമായിട്ട് മാറാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ് സ്റ്റെം സെൽ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇത് യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം.